ഹലോ കൂട്ടുകാരെ, നമ്മൾ ഇന്ന് ക്ലാസ് 10 കെമിസ്ട്രിയാണ് നോക്കുന്നത്. അപ്പോൾ റൈറ്റ് ദി ഓക്സിഡേഷൻ നമ്പർ ഓഫ് Mn in Mn2O7. ഓക്സിജൻ്റെ ഓക്സിഡേഷൻ നമ്പർ -2 ആണ്. ഓർത്തോളൂ, -2 ആണ് ഓക്സിജൻ്റെ ഓക്സിഡേഷൻ നമ്പർ. അപ്പോൾ ഇത് നോക്കാം. Mn2O7 Mൻ്റെ നമുക്കറിയത്തില്ല, അതിന് എക്സ് എന്ന് വിളിക്കുന്നു. ഇവിടെ 2 Mn ഉണ്ടായിട്ട് 2x എന്ന് വിളിക്കുന്നു. ഓക്സിജൻ -2 ആണ്. ഇവിടെ എത്ര എണ്ണം ഉണ്ട്? 7 എണ്ണം ഉണ്ട്. അപ്പോൾ × 7 എന്നും കൂടെ വരും. അപ്പോൾ കണ്ടുപിടിക്കാം. 2x plus -2 into 7 equal 0. 2x equal plus 14 എന്ന് വരും. 2x equal plus 14 കാരണം -2 into 7 14 ആണ്. അപ്പുറത്ത് പോകുമ്പോഴത്തേക്ക് +14 ആവും. x ഈക്വൽ 14/2 ഈക്വൽ +7 വരും. അപ്പോൾ മാഗ്നീസിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇവിടെ എത്ര ആണ്? +7 ആണ്. +7 ആണ്. ഓക്കെ, അടുത്ത റൈറ്റ് ദി സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ഫെറിക് അയൺ. ഫെറിക് അയണിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ആദ്യം നമ്മൾ അതിന് ഫെറസ് ക്ലോറൈഡും ഫെറിക് ക്ലോറൈഡും എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, ഫെറസ് ക്ലോറൈഡ് എന്ന് പറയുന്നത് FeCl2 ആണ്. ഫെറസ് ക്ലോറൈഡ് എന്ന് പറയുന്നത് FeCl2 ആണ്. ക്ലോറിൻ്റെത് -1 ആണ് ഓക്സിഡേഷൻ നമ്പർ. എക്സിൻ്റെ നമുക്കറിയത്തില്ല. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കാം? x + -1 into 2 -1 into 2 equal 0 എന്ന് വരും. ഈക്വൽ 0. അപ്പോൾ -1 into 2 -2 ആണ്. അപ്പോൾ x ഈക്വൽ +2 എന്ന് വരും. -2 അപ്പുറത്ത് പോകുമ്പോഴത്തേക്ക് +2. അപ്പോൾ ഫെറസ് അയൺ ആണ് ചോദിക്കുന്നതെങ്കിൽ എന്താണ് എടുക്കേണ്ടത്? +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് എടുക്കേണ്ടത്. +2 ആണ് ഫെറസ് അയൺ. സെയിം ഫെറിക് ക്ലോറൈഡ് നോക്കാം. -1 ആണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ക്ലോറിൻ. ദെൻ x + -1 into 3 ആണ്. ക്ലോറിന് എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം ഉണ്ട്. ഫെറിക് ക്ലോറൈഡ് into 3 ഈക്വൽ 0. അപ്പോൾ ഇവിടുത്തെ x എന്ന് പറയുന്നത് എത്രയാണ്? +3 ആണ്. എത്രയാണ്? +3. ഇപ്പോൾ ഫെറസ് അയൺ ആണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ നമ്മുടെ നോർമൽ അയണിൻ്റെ കോൺഫിഗറേഷൻ എഴുതുക. +2 2 ഇലക്ട്രോണിനെ കളയുക. ഫെറിക് അയൺ ആണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ നമ്മൾ നോർമൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അയണിൻ്റെ എഴുതുക. Feയുടെ എഴുതുക. +3 3 ഇലക്ട്രോണെ വേണം ഫെറിക് അയണിൽ നിന്ന് കളയാൻ. ഇപ്പോൾ ഫെറിക് അയൺ എന്ന് പറഞ്ഞാൽ 3 ഇലക്ട്രോണാണ് പോകുന്നത്. Fe3+ അയോൺ ആണ് ഫെറിക് അയോൺ എന്ന് പറയുന്നത്. ഫെറസ് അയൺ എന്ന് പറയുമ്പോൾ +2 ആണ്. ഓക്കെ, അപ്പോൾ എങ്ങനെ വരും കോൺഫിഗറേഷൻ? Feയുടെ അറ്റോമിക് നമ്പർ 26 ആണ്. അപ്പോൾ കോൺഫിഗറേഷൻ 1s2 2s2 2p6 3s2 3p6 3d6 4s2. ഇതാണ് അയണിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇതാണ്. അപ്പോൾ ഫെറിക് അയോൺ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഫെറിക് അയോൺ ആണെങ്കിൽ Fe3+ ആണ്. എന്ന് വെച്ചാൽ 3 ഇലക്ട്രോണ് നഷ്ടപ്പെടും. ഫെറിക് അയോൺ ആണെങ്കിൽ Fe3+. ഫെറിക് അയോണാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ. അപ്പോൾ എവിടെ നിന്നാണ്? ആദ്യം 4s നിന്ന് കളയുക, പിന്നീടാണ് 3Dയിലേക്ക് കയറുന്നത്. അപ്പോൾ 4sലുള്ള 2 ഇലക്ട്രോൺ പോവും, 3Dയിലുള്ള 1 ഇലക്ട്രോണും പോവും. അപ്പോൾ നമ്മുടെ കോൺഫിഗറേഷൻ എങ്ങനെ വരും? 1s2 2s2 2p6 3s2 3p6 3d5 എന്ന് വരും. 3d5 എന്ന് വരും. 3d5. ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ 1s2 2s2 2p6 3s2 3p6 3d5 എന്നാണ് വരുന്നത്. കാരണം 3 ഇലക്ട്രോൺ ആണ് ഫെറിക് അയോണിൻ്റെ കേസിൽ. ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഫീയുടെ 3+ ആണ്. അപ്പോൾ നഷ്ടപ്പെടുന്നത് 3 ഇലക്ട്രോൺ ആണ്. അങ്ങനെയാണ്
Fe3+ന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p6 3s2 3p6 3d5 എന്ന് വരും. ഇത് നോർമൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് അയണിൻ്റെ. ഇത് എഴുതിയേക്കുന്നത് 3 ഇലക്ട്രോണിനെ ഫെറിക് അയോൺ ആണെങ്കിൽ അവസാനം 3d5 എന്നാണ് വരുന്നത്. ഓക്കെ, ഇനി ഫെറസ് അയൺ ആണെങ്കിൽ എന്താ 2 ഇലക്ട്രോൺ നഷ്ടപ്പെടും. അപ്പോൾ എന്താണ് 4sലുള്ള 2 ഇലക്ട്രോൺ നഷ്ടപ്പെടും. ബാക്കി എത്ര വരും? 1s2 2s2 2p6 3s2 3p6 3d6 വരെ വരും. ഫെറസ് അയൺ ആണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ. അപ്പം മനസ്സിലായോ? ഫെറിക് അയണും ഫെറസ് അയണിൻ്റെയും ഓക്സിഡേഷൻ നമ്പർ ഫെറിക് അയൺ ആണെങ്കിൽ +3 ആണ്, ഫെറസ് അയൺ ആണെങ്കിൽ +2 ആണ്. Feയുടെ അറ്റോമിക് നമ്പർ 26 ആണ്. അടുത്ത ചോദ്യമായിരുന്നു എന്തുകൊണ്ടാണ് ട്രാൻസിഷൻ എലമെൻറ്റ്സ് സംക്രമണ മൂലകങ്ങളുടെ പീരീഡിലും അതുപോലെ തന്നെ ഗ്രൂപ്പിലും എന്തുകൊണ്ടാണ് അവർ സിമിലർ പ്രോപ്പർട്ടീസ് ഗുണങ്ങളിൽ സാദൃശ്യം കാണിക്കുന്നത് എന്തുകൊണ്ടാണ്? ദി ഔട്ടർ മോസ്റ്റ് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ദി ട്രാൻസിഷൻ എലമെൻറ്റ്സ് സംക്രമണ മൂലകങ്ങളുടെ ബാഹ്യതമ ഇലക്ട്രോണിക് വിന്യാസം ഒരേ ഗ്രൂപ്പിലും പീരീഡിലും സാധാരണ ഒരുപോലെയാണ്. ജനറലി സെയിം ഇൻ ഗ്രൂപ്പ് ആൻഡ് പീരീഡ്. ഗ്രൂപ്പിലും പീരീഡിലും സംക്രമണ മൂലകങ്ങളുടെ ട്രാൻസിഷൻ എലമെൻസിൻ്റെ ഔട്ടർ മോസ്റ്റ് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒരുപോലെയാണ്, സെയിം ആണ്. ബാഹ്യതമ ഇലക്ട്രോണിക് വിന്യാസം സെയിം ആയതുകൊണ്ടാണ് അവർ പീരീഡിലും ഗ്രൂപ്പിലും ഒരേ പ്രോപ്പർട്ടി കാണിക്കാനുള്ള കാരണം. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. താങ്ക്